നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളമാവുന്നത്. പാതയുടെ സ്ഥിതിയെ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ, മാലിന്യം എല്ലാവിടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. അതിൽ നീതുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീതുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും. നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് നമ്മളെല്ലാവരെയും ആവശ്യം. ഇത്തവണ കുറച്ചധികം പണി കോൺഗ്രസ് UDF എടുത്തിട്ടുണ്ട്. അത് റിസൾട്ടിൽ ഉണ്ടാവുമെന്നാണ്. അതെ, പക്ഷേ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് പറയണം. എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത്. ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യൂ. ഞാൻ മുമ്പിലത്തെ ഇലക്ഷനിലൊക്കെ 35-40%, 38% ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ. കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം? നമ്മളുടെ അല്ലേ, നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ ആ എഫേർട്ട് എടുക്കണം, നമ്മൾ ഇറങ്ങണം, വോട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ നമ്മുടെ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കില്ല. അതാണ് എൻ്റെ അഭ്യർത്ഥന. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് പുതിയ സ്ഥാനാർത്ഥികൾ, യുവ സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങൾ. പക്ഷേ വെറും മുഖത്തിൻ്റെ കാര്യം മാത്രമല്ല, അവർ കഴിവും നോക്കി, അവരുടെ അറിവും നോക്കി, അവർ ജനകീയരായ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ അവരെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് UDFൻ്റെ. എന്തായാലും മാറ്റത്തിന് വൈകുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടുണ്ട്. സോറി, ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ഒരു വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പലവർക്കും ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിൻ്റെ ഒപ്പം, സർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഞാനും അവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ന്യായമാണ് വേണ്ടത്. എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശകാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ്. അതിന് എന്ത് പറ്റിയേ, എങ്ങനെയാണിത് പറ്റിയത്, ഇതിൻ്റെ പുറകെ വല്ലവരും ഉണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണത് ശരി തന്നെയാണ്. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും വിട്ടുകൊടുക്കണം. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്ന് UDFന്റെ കൺവീനറും പാർലമെന്റിൽ താങ്കൾക്കൊപ്പം സഹപ്രവർത്തകനുമായ അടൂർ പ്രകാശ് പറയും. നോക്കൂ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല, ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഈസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങളെല്ലാവർക്കും അറിയാം. അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് നമുക്ക് സല്യൂട്ട് ചെയ്യണം. കാരണം പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സും ഒക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവർ 8 വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി, ജസ്റ്റിസ് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവണം. അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ. അഥവാ ഈ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മളെന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസൊന്നും ഇല്ലല്ലോ. അത് നിയമപ്രകാരം ന്യായം വരട്ടെ. അതാണ് എൻ്റെ ഈ സമൂഹ മാധ്യമങ്ങളിലേക്ക് താങ്കൾക്ക് വീർ സവർക്കർ പുരസ്കാരം കിട്ടി എന്ന ഒരു പോസ്റ്റ്. ഇത് ഞാൻ ആദ്യ തവണയാണ് കേൾക്കുന്നത്. മാധ്യമക്കാരൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്കൊരു പിടുത്തമില്ല ആരാണ് ഈ അവാർഡ് തന്നിരിക്കുന്നത്, ആർക്കാണിത് കൊടുത്തിരിക്കുന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് ആദ്യത്തെ തവണ ഞാൻ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കട്ടെ. നമ്മൾ ഇപ്പോഴെന്തായാലും എൻ്റെ അറിവ് നിങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അവാർഡിന്റെ പ്രസക്തി എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. നോക്കൂ, UDF കൺവീനർ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ഇതിലൊരു പാർട്ടി ലൈനിൻ്റെ ഒരു വിഷയമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അഥവാ ഈ മഹിളയുടെ മനസ്സിൽ, അവരെ പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിൻ്റെ കേസിലത്തെ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. ദിവസവും ഒരു കോൺഗ്രസ് MLA ഒളിവിലാണ്.
അദ്ദേഹത്തെ കോൺഗ്രസിന് പുറത്താക്കിയില്ലേ? അപ്പോൾ വേറെ അത് പാർട്ടിയോട് ചോദിച്ച വേറെ കാര്യമുണ്ടോ? ഇന്ന് രാവിലെ വീണ്ടും അടൂർ പ്രകാശ് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നു. ലുക്ക്, ഐ എം നോട്ട് അക്കൗണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. വേറെ വ്യക്തികൾ പറയണമെന്ന് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക? എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുട്ടി. ശരി, താങ്ക് യു വെരി മച്ച്. ഈ ഇലക്ഷൻ നന്നായി. ശശി തരൂർ MP ആണ് ഇപ്പോൾ